അല്ല ഇച്ചിരി ബാക്കിലോട്ട് പോയാ കാര്യം അതറിയോ വണ്ടി അടുത്ത് വരുമ്പോഴേക്കും കാണുന്നത് ഇച്ചിരി മുമ്പോട്ട് വെച്ചാലേ ഇച്ചിരി അങ്ങ് ബാക്കിലോട്ട് പോയിക്കാം ശരി അല്ലേ അങ്ങനല്ല ഇങ്ങനെ എടുത്ത് ഇവിടെ ഇത്തിരി ഇങ്ങനെ മുമ്പോട്ട് നേരെ കാണും കല്ലില്ലാത്തൊക്കെ വെച്ചാൽ മതി അല്ലെങ്കിൽ അടുത്ത് വരുമ്പോൾ അറിയത്തില്ല. കൊല്ലം ജില്ലാ ഭരണകൂടം അത്യാവശ്യമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടേണ്ടതാണ്. കൊല്ലം മേവർത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇത്. വളരെ പ്രയാസം ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ വർക്ക് ആണെന്നുണ്ടെങ്കിൽ തന്നെയും ഇത് ജില്ലാ ഭരണകൂടത്തിനും കൂടെ ഇതിലൊരു ചെറിയ പങ്കുണ്ട്. അവരുടെ ശ്രദ്ധയും കൂടെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. ഈ മേവറത്ത് സർവീസ് റോഡ് വളരെ ചെറിയ സർവീസ് റോഡാണ്. അത് കാരണം ഈ ഓടയുടെ പുറത്തൂടെ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ പുറത്തൂടാണ് ഈ ഹെവി ലോഡായിട്ടുള്ള വാഹനങ്ങളും അതുപോലെ KSRTC ബസ്സുകളും ഒക്കെ കടന്നു പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന സ്ലാബ് വളരെ നിലവാരം കുറഞ്ഞ സ്ലാബാണ്. ഈ 2-3 പ്രാവശ്യം പൊട്ടി മാറ്റിയ സ്ലാബാണ്. എന്നിട്ട് പിന്നെയും പഴയ പോലെ തന്നെ അപകടം ഉണ്ടാവുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം രാത്രി എങ്ങനെയോ വണ്ടി കയറി പൊട്ടി ഇത് കംപ്ലീറ്റ് സ്ലാബ് അങ്ങ് അകത്ത് പോവുകയാണ് ഉണ്ടായത്. അത് വലിയ കുഴിയായിട്ട് കിടക്കുകയാണ്. സ്കൂൾ വാഹനങ്ങളൊക്കെ ധാരാളം കടന്നു പോകുന്നതാണ്. വളരെ വീതി കുറഞ്ഞ സ്ഥലമാണ്. പലപ്പോഴായിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കൺസ്ട്രക്ഷൻ നടത്തുന്ന കമ്പനി കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കുന്നുമില്ല. അപ്പോൾ നാഷണൽ ഹൈവേ വർക്കാന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ജില്ലാ ഭരണകൂടം അടിയന്തരമായിട്ട് ഇടപെടുക. ഇവിടെ സർവീസ് റോഡിൻ്റെ വീതി കുറവായത് കാരണം ഈ ഓട കറക്റ്റായിട്ട് സ്ട്രോങ് ആയിട്ടല്ല സ്ലാബുകൾ ഇട്ടിരിക്കുന്നത്. അതൊക്കെ അത് മാറ്റി സ്ലാബുകളൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള സ്ലാബുകൾ ഇടുകയും അതുപോലെ തന്നെ ഒരുപാട് കട്ടറുണ്ട്. ഈ ഭാഗത്ത് കുഴികൾ ഒരുപാട് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുഴികളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വണ്ടികൾക്ക് സുഖമായിട്ട് കടന്നു പോകുന്ന രീതിയിൽ സംവിധാനം ഒരുക്കണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് മറ്റൊരു സ്ലാബും കൂടെ ഉണ്ട്. ആ സ്ലാബും ഇതുപോലെ പൊട്ടിയിരിക്കുകയാണ്. ഏത് നിമിഷവും അത് ഓടയ്ക്കുള്ളിൽ പോകാവുന്ന രീതിയിലാണ്. ഇത് കുറേ നാളായിട്ട് ഇത് പലരും പരാതി പറയുന്നതാണ്. അതുപോലെ ഈ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ ഇപ്പുറത്ത് മണ്ണ് ഫില്ല് ചെയ്തേക്കുന്നത് വളരെ താന്നാണ് കിടക്കുന്നത്. ഒരു നിരപ്പല്ലായത് കാരണം 2 വീലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അതിൽ കയറി സ്കിഡ് ചെയ്ത് പലപ്പോഴായി മറിഞ്ഞു വീണ് അപകടം ഉണ്ടാകുന്നതായിട്ട് ഇവിടുത്തെ ആട്ടോക്കാരൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും തിരക്കുള്ള സ്ഥലമാണ്. കൊല്ലത്ത് വലിയ തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് ഈ മേവറം ജംഗ്ഷൻ. ബസ് സ്റ്റോപ്പും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് ജില്ലാ ഭരണകൂടവും കൂടെ ഇതിനകത്ത് കാര്യമായി ശ്രദ്ധിച്ച് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതേ കണക്ക് ഈ തറയിൽ റോഡായിട്ട് ഇത്രയും വ്യത്യാസം നടക്കുമ്പോഴും 2 വീലറിന്റെ ഫ്രണ്ട് കയറാക്കത്തില്ല. അവരും തിരിച്ച് അന്നേ വീഴും. വീതിയില്ല, റോഡിന് വീതിയില്ല. എല്ലാ വണ്ടിയും ലോഡും അല്ല ഈ ബസ് കറക്റ്റായിട്ട് ഇതിന്റെ മേളിൽ കൂടെ തന്നെ പോകും. കാര്യം എന്ന് വെച്ചാൽ വീതി കുറവായതുകൊണ്ട് ചെറിയ ചെറിയ അപകടങ്ങൾ ഇവിടുത്തെ ഒരു സ്ഥിരം സംഭവമാണ്. പക്ഷെ ജീവൻ നഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇത് കാര്യമായ നടപടി സ്വീകരിക്കേണ്ടതാണ്.